വടകര LDF സ്ഥാനാർത്ഥി കെ ശൈലജയ്ക്ക് സാധ്യത കുറയുന്നു. മട്ടന്നൂർ കോളാരിയിൽ 9 സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമായിരിക്കെയാണ് കണ്ണൂരിൽ ബോംബുകൾ കണ്ടെടുത്തത്. പാനൂർ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ ഇതുകൂടിയായപ്പോൾ ശൈലജയ്ക്ക് ഇത് അടിയാകുമോ എന്നത് വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. സ്വകാര്യ വ്യക്തിയുടെ പാടത്താണ് 2 ബക്കറ്റുകളിലായി സൂക്ഷിച്ചിരുന്ന സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തത്. വിവരമറിഞ്ഞ ബോംബ് സ്ക്വാഡ് സ്ഥലത്തെത്തി ഇവ നിർവീര്യമാക്കി. പാനൂരിലെ ബോംബ് സ്ഫോടനത്തിന് പിന്നാലെ സംസ്ഥാനത്തുടനീളമായി വ്യാപക പരിശോധനകൾ നടന്നുവരികയായിരുന്നു. ഇതിനിടെയാണ് ബക്കറ്റുകളിൽ ഉഗ്രസ്ഫോടനശേഷിയുള്ള സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തത്. പാടത്തായി പുല്ലരിയാൻ പോയ സ്ത്രീയാണ് ഇവ കണ്ടത്. തുടർന്ന് ഇവർ പ്രദേശവാസികളെ വിവരമറിയിക്കുകയും പോലീസും ബോംബ് സ്ക്വാഡും സ്ഥലത്തെത്തുകയുമായിരുന്നു. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത പോലീസ് അന്വേഷണം ആരംഭിച്ചു. സംഘപരിവാറിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന വായനശാലയുടെ സമീപത്തായാണ് ബോംബുകൾ കണ്ടെടുത്തത്. അതിനാൽ തന്നെ ഇതിനു പിന്നിൽ RSS ആണെന്നും സമഗ്ര അന്വേഷണം വേണമെന്നും CPM ആവശ്യപ്പെടുന്നുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏപ്രിൽ 26-നാണ് കേരളം വിധിയെഴുതുന്നത്. 2 മാസത്തോളം നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കൊട്ടിക്കലാശമാണ്. പ്രധാന പാതകളും കേന്ദ്രങ്ങളും ഉച്ച കഴിയുന്നതോടെ തിരഞ്ഞെടുപ്പ് പ്രചാരണ വാഹനങ്ങളെ കൊണ്ട് നിറയും. വീറും വാശിയും കത്തിപ്പടരുന്ന കൊട്ടിക്കലാശം ഇന്നു വൈകിട്ട് 6 മണിക്ക് കഴിയുന്നതോടെ നിശബ്ദമായി അവസാന തന്ത്രങ്ങൾ പയറ്റുന്നതിലേക്ക് സ്ഥാനാർത്ഥികളും പാർട്ടികളും തിരിയും. പാനൂർ ബോംബ് സ്ഫോടനം നടന്ന കെ ശൈലജയ്ക്ക് വലിയ പ്രഹരമായിരുന്നു. ഇപ്പോൾ RSSന്റെ ഭാഗത്തു നിന്നാണ് ഈ ബോംബ് കണ്ടെടുത്തതെന്ന് ഉറപ്പായാൽ NDയുടെ കാര്യവും സംശയത്തിലാകും. കൃഷി ഒഴിഞ്ഞ നെൽപ്പാടത്ത് ആളൊഴിഞ്ഞ തോട്ടിൻകരയിൽ ബക്കറ്റിൽ സൂക്ഷിച്ച നിലയിലാണ് ബോംബുകൾ കണ്ടെത്തിയത്. രഹസ്യ വിവരം ലഭിച്ചത് പ്രകാരമാണ് പോലീസ് റെയ്ഡ് നടത്തിയത്. കണ്ണൂരിൽ നിന്ന് ബോംബ് സ്ക്വാഡ് എത്തി ബോംബുകൾ നിർവീര്യമാക്കി. കഴിഞ്ഞ ഏപ്രിൽ 6-ന് പാനൂർ മൂളിയത്തോടിൽ ബോംബ് നിർമ്മാണത്തിനിടെ CPM പ്രവർത്തകൻ കൊല്ലപ്പെട്ടിരുന്നു. ഇതിനുശേഷം രാഷ്ട്രീയ സംഘർഷ മേഖലകളിൽ പോലീസ് റെയ്ഡ് ശക്തമാക്കി വരികയാണ്. ബോംബ് സംഭരണം നടക്കുന്നുണ്ടെന്ന് വ്യക്തമായതോടെ റെയ്ഡ് ശക്തമാക്കാൻ കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർ അജിത് കുമാർ ഉത്തരവ് നൽകിയിട്ടുണ്ട്. കണ്ണൂരിൽ 320 ബൂത്തുകൾ പ്രശ്നബാധിതമാണെന്ന് രഹസ്യാന്വേഷണ വിഭാഗം റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിൽ മിക്കതും പാർട്ടി ഗ്രാമങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതാണ്. പാനൂർ മൂളിയത്തോട് ബോംബ് സ്ഫോടന കേസിൽ ഏറ്റവും ഒടുവിൽ അറസ്റ്റിലായ 3 പേരിൽ നിന്ന് 3 കിലോ വെടിമരുന്ന് പിടികൂടിയിരുന്നു. പാനൂർ സ്ഫോടന കേസിൽ ഇതുവരെ 12 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ കേസിൽ അന്വേഷണം അന്തിമഘട്ടത്തിൽ നിൽക്കവെയാണ് വീണ്ടും സ്റ്റീൽ ബോംബുകൾ പിടികൂടിയത്. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.